I want to ask you, where is Ronaldo? Where is Cristiano? Portugal airport is that way. Ronaldo. ലാസ്റ്റ് ചാൻസ്, ലാസ്റ്റ് സ്റ്റേജ്, ദ ലാസ്റ്റ് ഡാൻസ്. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളറും ഹീറോയും ആരായിരിക്കും? അത് റൊണാൾഡോയെക്കുറിച്ചാണ്. ഹീറോ ജനിക്കുന്നത് ലോകം മുഴുവൻ അഥവാ തീരുമാനങ്ങളും സാധ്യതകളും വിധിയുമെല്ലാം അയാൾക്കെതിരെ നിൽക്കുമ്പോഴാണല്ലോ. ഓരോ തവണയും അയാളുടെ കാലം കഴിഞ്ഞെന്ന് എഴുതിത്തീരുന്ന പേനയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പേ മറുപടിയുമായി എക്കാലത്തും അയാൾ എത്താറുണ്ട്. വാക്കുകൊണ്ടല്ല, മറിച്ച് ബോട്ട് കൊണ്ട്. റൊണാൾഡോ എത്രയൊക്കെ മികവ് പ്രകടിപ്പിച്ചാലും, എത്ര തവണ അയാളുടെ പ്രതിഭയുടെ മിന്നലാട്ടം തുറന്നു കാട്ടിയാലും അയാൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാകും ചുറ്റുമുള്ളവർ. ഒറ്റപ്പെട്ട സംഭവങ്ങളായി എഴുതിത്തള്ളാൻ വരെ മത്സരിക്കുന്നവരുണ്ട്. അയാളുടെ ഗോളുകൾക്ക് സൗന്ദര്യം കുറവാണെന്നും ഫ്രീക്കിക്കും പെനാൽറ്റിയുമാണ് കൂടുതലെന്നും പലരും പലപ്പോഴും പാടി നടക്കാറുമുണ്ട്. പെനാൽറ്റി എന്നത് ലോകത്തെ ഏറ്റവും കടുപ്പമേറിയ പോരാട്ടങ്ങളിൽ ഒന്നാണ് എന്ന് അറിയാഞ്ഞിട്ടുമൊന്നുമല്ല. നിർണായക നിമിഷങ്ങളിലെ പെനാൽറ്റി നഷ്ടം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടി വരുന്ന കളിക്കാരോട് ചോദിക്കുമ്പോഴറിയാം ആ പെനാൽറ്റികളുടെ വില എന്താണെന്ന്. അയാളുടെ സ്കോറിങ്ങിലെ അനായാസത ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവരെ ഇതിത്ര നിസ്സാര പണിയാണെന്ന് തോന്നിച്ചതാണ് എന്ന് കരുതിയാൽ പോലും അസ്ഥാനത്താവില്ല. അതിശയിപ്പിക്കുന്ന ഗോളുകൾ റൊണാൾഡോ അടിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നവരുടെ തലയ്ക്ക് മുകളിലൂടെ സദാ വലയിലേക്ക് പറന്നു വീഴുന്ന ഫ്രീ കിക്ക്, മണ്ണിനും മനസ്സിനും ഒരുപോലെ എർത്തടിപ്പിക്കുന്ന തരം ബൈസിക്കിൾ മാസ്മരികത, അസാധ്യമായ ഉയരത്തിൽ നിന്നുള്ള ഹെഡറുകളുമൊക്കെ മൈതാനത്ത് ഇന്നും സദാ അയാളുടെ ഉത്തരങ്ങളായി തുറന്നു വീണുകൊണ്ടേയിരിക്കുന്നു. ഒരു ലീഗും ടീമും നൽകുന്ന സേഫ്റ്റിയിലായിരുന്നില്ല റൊണാൾഡോ ഇക്കാലവും ജീവിച്ചിരുന്നത്. സ്പോർട്ടിങ്ങും മാഞ്ചസ്റ്ററും റയൽ മാഡ്രിഡും യുവന്റസും കടന്ന് 37-ാം വയസ്സിലങ്ങ് ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗുകളിലൊന്നിൽ തിരികെ എത്തി വീണ്ടും മാഞ്ചസ്റ്ററിനായി ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചത് അയാളൊരു അസാധ്യ പോരാളി ആയതുകൊണ്ട് തന്നെയായിരുന്നു. ഒടുവിൽ ചതിയുടെ ചിതയിൽ എരിഞ്ഞമർന്ന ചാരത്തിൽ നിന്നും വീണ്ടും ലോകത്തിൻ്റെ നെറുകിലേക്ക് നരവിട നാളുകളിലും ഉയർപ്പ്. അതിൽ ഇന്നത്തെ കൗമാരക്കാർ വരെ തീർന്നു പോകുന്നതാണ്. ഇന്നോളവും ഒരു സ്ക്രിപ്റ്റുകളുടെയും തണലും പിൻബലവും പറ്റാതെ വിവിധ കേളി ശൈലികളിലൂടെയും വിവിധ റോളുകളിലൂടെയും കടന്നു പോയിട്ട് പോലും മറക്കാനും തള്ളിപ്പറയാനും ശ്രമിക്കുമ്പോഴെല്ലാം അതിന് പുറകിൽ ഒരു മനുഷ്യനായി പിറന്ന് എത്താൻ കഴിയുന്ന പീക്കിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളുടെ ആരാധക പുരുഷന്മാരെ തീർത്ത് കളഞ്ഞ നിങ്ങളുടെ ഇഷ്ട ടീമുകളുടെ സ്വപ്നങ്ങളെ ദുരന്തത്തിലേക്ക് അയച്ച ആ മഹാമേരുവിനോടുള്ള അന്ധമായ കടുത്ത വെറുപ്പ് മാത്രമാണ് പുറകിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർന്നു, അവസാനിച്ചു എന്നെല്ലാം നിങ്ങൾ പറഞ്ഞു തീരും മുമ്പേ അതിനെ തീർക്കാനുള്ള യാഗത്തിലും മെരുക്കിയെടുക്കലിലുമായിരുന്നല്ലോ അയാൾ എക്കാലത്തും. അതിൻ്റെ ഹീറ്റ് കൊണ്ടുരുകിയ പാടുകൾ നിങ്ങളുടെ ദേഹവാസനം മറുകായി കിടക്കുന്നുമുണ്ടാകും. അതെ, പ്രായമായി, പക്ഷേ ഇന്നും അയാളുടെ പേരുണ്ടാക്കുന്ന ഓറ ചെറുതൊന്നുമല്ല. പോർച്ചുഗലിനായി വിളംബരം ചെയ്യുന്ന വലിയ പിന്തുണകളും കേരളത്തിൽ ഉയർന്നു വരുന്ന ഫ്ലെക്സുകളും ഒരു വലിയ തലമുറയും അയാൾക്ക് പുറകിൽ ഉണ്ടാകുന്നത് പോലും അതിൻ്റെ വലിയ തെളിവാണ്. ഒടുക്കമാണ്, ക്ലൈമാക്സാണ്, കഥയുടെ അവസാന വരിയും കൂടിയാണ്. ഇന്നോളം ചെയ്തു വെച്ച ഒരു കണക്കുകളും ഒരു തുലാസിനും വയ്ക്കുവാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇതിഹാസികതയും ഐതിഹാസികതയും ബ്രഹ്മാണ്ഡ നിമിഷങ്ങളും വിലപ്പോകില്ല എന്നറിയാം. അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുന്നു എന്ന് പോലും തലച്ചോറ് പറയാതെ പറയുന്നുണ്ട്. നരാധകൾ ബാധിച്ച കണങ്കാൻ്റെ ആയുസ് പോലും ബാക്കി വെച്ചത് ചരിത്രം പിറക്കാനാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. എങ്കിലും തളർന്നു വിടാതെ അങ്ങ് അവസാന വേദിയിലേക്ക് എത്തണമെന്നാണ് ആത്മപ്രാർത്ഥനയും. നാഷണൽ കിരീടങ്ങൾ മികച്ചവനാകാനുള്ള മാനദണ്ഡമാണെന്ന് വാദിച്ച നാളുകളിൽ 2016 യൂറോ കപ്പ് അങ്ങ് നേടിയെടുത്തപ്പോൾ അംഗീകരിക്കാത്ത ലോകത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ഇക്കാലത്തും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇതിഹാസ തുല്യമായ ചരിത്രം വേണമെങ്കിൽ കിരീടങ്ങളുടെ പിൻബലം വേണമെന്ന് ആജ്ഞാപിക്കുന്ന തലമുറയോട് പറയുവാൻ അമേരിക്കയിലെ അവസാന വിയർപ്പും ചോരയും നീരിമുരുക്കി അയാൾ മടങ്ങുമ്പോൾ ശിരസില ലോക കിരീടം തന്നെ വേണം. ഒരുപക്ഷെ അതിനായുള്ള യാഗവും യോഗവും നിഷേധിച്ചാൽ പോലും റൊണാൾഡോ എന്ന നാമം തലമുറകൾ താണ്ടി സഞ്ചരിക്കും. പിന്നീട് ലേബർ റൂമുകളിൽ പിറന്നു വീഴുന്ന ഓരോ ബ്ലഡ് ടോണുകളിൽ പോലും ഔത്തേജകം അലിഞ്ഞു ചേരും. വരും കാലവും അയാളുടെ കഥ വിസ്മരിക്കാത്ത ചരിത്രമായി വാഴ്ത്തിപ്പാടും. അന്നും ഒരു കൂട്ടം ആളുകൾ അയാളുടെ ചരിത്രങ്ങളെപ്പോലും വേട്ടയാടും, അതിനെതിരെ വായാട്ടം നടത്തും. പക്ഷേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച ഈ ദൈവത്തിന് പോലും എല്ലാവരെയും ഒരുപോലെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ റൊണോക്കി, അയാൾക്കതിൻ്റെ ആവശ്യവും ഉണ്ടാകില്ല. ഒരു കാലത്തും അത്തരം പിൻബലവും വേണ്ട. ഒറ്റയ്ക്ക് സർവ്വതും ശിഥിലമാക്കാൻ കെൽപ്പുള്ള അഹങ്കാരിയായി തന്നെ തുടരട്ടെ. അയാളുടെ നാമം തലമുറകൾ താണ്ടിയും അങ്ങനെ ജീവിക്കട്ടെ. അതിലാണ് ഹരം, അതാണ് ഞങ്ങളുടെ മോഹവും, അതാണ് അയാൾ ഞങ്ങൾക്ക് നൽകിയ മോട്ടിവേഷൻ.
കരിയറിൽ ഇന്നോളം കണ്ട അയാളുടെ ഐതിഹാസികതയെല്ലാം മാറ്റിവെച്ച് ഒരൊറ്റ മത്സരത്തിലെ മോശം പെർഫോമൻസുകൾ കൊണ്ട് എഴുതിത്തള്ളിയ വിലയിരുത്തിയ ലോകത്തിന് മുന്നിൽ 973 ഗോളുകളുമായി ഇന്നിൻ്റെ ലോക ഫുട്ബോളിൻ്റെ ഉച്ചിയിൽ ചവിട്ടി നിൽക്കുന്ന ആ മഹാമേരു നിങ്ങൾക്കുള്ള മറുപടി ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ വേൾഡ് കപ്പ് വേദി അവസാനിപ്പിക്കുമ്പോൾ അതിനുള്ള ഉത്തരവും മറുപടിയും അയാളുടെ കണങ്കാലിൽ നിന്നും ഉത്ഭവിക്കും. ലോകം മറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം സദാ റൊണാൾഡോ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരാണ് ഹീറോ എന്ന്. അതൊരു ശീലമാണ്, ജന്മം തൊട്ടുള്ള ശീലം. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവരോടെല്ലാം ചെന്ന് പറയും റൊണോ വരുന്നുണ്ട് എന്ന്.